ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സ് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 2 ഡയമെൻഷണൽ അറയാണ്. അപ്പോൾ മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയുള്ള മെട്രിക്സുകളാണ് നമുക്ക് സാധാരണ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 മെട്രിക്സിൻ്റെയും സൈസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും സെയിം ആയിരിക്കണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം സൈസും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം സൈസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സൈസ് എത്രയാണ്, 2 റോസ് ഉണ്ട്. ഇതിനെ ഞാൻ ഫസ്റ്റ് മെട്രിക്സ്, ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു. നമ്മുടെ സെക്കൻഡ് മെട്രിക്സ്, അതിനെ ഞാൻ ബി എന്ന് വിളിക്കാമെന്ന് വെച്ചോ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള മെട്രിക്സിൻ്റെ സൈസ് എത്രയാണ്, എയിൽ എത്ര റോസ് ഉണ്ട്, ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ എത്ര റോസ് ഉണ്ട്, 2 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2x2 മെട്രിക്സ് ആണ്. ദെൻ നമുക്ക് ബി എ കൺസിഡർ ചെയ്യാം. ബി എന്നുള്ള മെട്രിക്സിനകത്ത് എത്ര റോസ് ഉണ്ട്, 2 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. സോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2x2 മെട്രിക്സ് തന്നെയാണ്. സോ ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഈസ് ഈക്വൽ ടു ദ റോ ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. ദെൻ കോളം ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു കോളം ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ റോ സൈസും കോളം സൈസും സെയിം ആണെങ്കിൽ മെട്രിക്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ ആൻ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്, എ ഈസ് ഈക്വൽ ടു 3, 3 റോയും 2 കോളവും. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് മെട്രിക്സിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം, സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഡെഫിനറ്റ് ആയിട്ടും റോ സൈസ് എന്തായിരിക്കണം, 3 ആയിരിക്കണം. കോളം സൈസ് എന്തായിരിക്കണം, 2 ആയിരിക്കണം. ഓക്കെ, ഇനി വേറൊരു കോണ്ടെക്സ്റ്റ് നോക്കാം. എൻ്റെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിനകത്ത് 5 റോയും 3 കോളം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് മെട്രിക്സിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം, അവിടെയും 5 റോയും 3 കോളവും ആയിരിക്കണം. അപ്പോൾ മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സൈസും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ സൈസും ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം സൈസും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം സൈസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് മെട്രിക്സിനെ, ഞാനിപ്പോൾ എ എന്നാണ് മെട്രിക്സ് വിളിക്കുന്നതെങ്കിൽ എയ്ക്ക് ഒരു റോ ഉണ്ട്, അതിനെ ഞാൻ R1 എന്ന് വിളിച്ചു. അതിൻ്റെ കോളത്തിനെ ഞാൻ C1 എന്ന് വിളിച്ചു. അപ്പോൾ സെക്കൻഡ് മെട്രിക്സ് എന്താണ്, D ആണ്. ആ മെട്രിക്സിൻ്റെ റോയെ ഞാൻ R2 എന്ന് വിളിച്ചു, കോളത്തിനെ ഞാൻ C2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ഈ 2 മെട്രിക്സും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം എന്താ, R1 ഈസ് ഈക്വൽ ടു R2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് അല്ലേ, നമുക്ക് എന്താ വേണ്ടേ, നെക്സ്റ്റ് R1 R2 ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ കോളം ഈ സൈസും ഈക്വൽ ആയിരിക്കണം. C1 മസ്റ്റ് ബി ഈക്വൽ ടു C2. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, R1 R2 മാത്രം കറക്റ്റ് ആകേണ്ട കാര്യമില്ല, R1 R2 ഈക്വൽ ആയിരിക്കണം, C1 C2 ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡീഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് സബ്ട്രാക്ഷൻ ഓപ്പറേഷനും ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, 2 മെട്രിക്സുകളെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എങ്ങോട്ടേക്കാണ്, എഗെയിൻ ഒരു മെട്രിക്സിലോട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ 2 വാല്യൂസ് ഉണ്ട്. എ എന്നുള്ളൊരു വേരിയബിളിൻ്റെ വാല്യൂ 10ഉം ബി എന്നുള്ളൊരു വേരിയബിളിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് എനിക്കൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്, ഇൻറ്റീജർ ആണ്. ബി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്, ഇൻറ്റീജർ ആണ്. അപ്പോൾ ഈ 2 വേരിയബിൾസിനെ തമ്മിൽ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സിംഗിൾ ലൊക്കേഷൻ മതിയല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സിക്ക് നമുക്ക് 12 എന്നുള്ള വാല്യൂ ഹോൾഡ് ചെയ്യാം. അപ്പോൾ എ ഒരു നോർമൽ വേരിയബിൾ ഇൻറ്റീജർ ആണ്, ബി ഒരു നോർമൽ വേരിയബിൾ ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസറും എന്തായിരിക്കും, ഒരു നോർമൽ വേരിയബിൾ ഇൻറ്റീജർ ആയിരിക്കും. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു സെയിം ടൈപ്പ് വേരിയബിൾ എടുത്തു, അതിൻ്റെ പേരാണ് സി. അതേപോലെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട എന്താ, എ എന്നുള്ള ഒരു മെട്രിക്സ് ആണ്, ബി എന്നുള്ളൊരു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വെച്ചിരിക്കുന്നത് എന്തായിരിക്കണം, സി എന്നൊരു മെട്രിക്സ് ആയിരിക്കണം. അതിൻ്റെ സൈസും ഡെഫിനറ്റായിട്ടും എന്തായിരിക്കണം, നോക്കിക്കേ, നമ്മൾ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഒരു 2x2 മെട്രിക്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര റോസാണ്, 2 റോസും കിട്ടും, 2 കോളംസും കിട്ടും. അപ്പോൾ നമ്മുടെ സി എന്നുള്ള മെട്രിക്സിൻ്റെ സൈസും എന്തുമായിരിക്കും, 2x2 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അതായത് ഒരു 2x2 മെട്രിക്സിനെ വേറൊരു 2x2 മെട്രിക്സുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ സൈസും എന്ത് തന്നെയായിരിക്കും, 2x2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, 2 മെട്രിക്സ് ആഡ് ചെയ്യാനുള്ള 2 മെട്രിക്സ് ആരാ തരുന്നത്, യൂസറാണ് തരുന്നത്. അതിൻ്റെ ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വി ആർ ഹാവിങ് എ വേരിയബിൾ. ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അറേയാണ്, ഒരു 2D അറേയാണ്. നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു വേരിയബിളാണ് സി എന്നുള്ള വേരിയബിൾ. ഓക്കെ, ഇനി അഡീഷനിലോട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ അഡീഷൻ നടക്കുന്നത് എന്താ, ആക്ച്വലി എങ്ങനെയാണ് അഡീഷൻ സംഭവിക്കുന്നത്, എയും ബിയും കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പോഴേക്കും ആദ്യം നോക്കുന്നത് എന്താണ്, എയുടെ ഫസ്റ്റ് എലമെൻറ്റും ബിയുടെ ഫസ്റ്റ് എലമെൻറ്റും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതായത് എയുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയുടെ 0 ബിയുടെ 0 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സിയുടെ ആദ്യത്തെ എലമെൻ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അതായത് സിയുടെ 0 എലമെൻ്റായിട്ടാണ് ഈ അഡീഷൻ പ്രോസസ്സ് നടക്കുക. നോക്കിക്കേ, 10 1ഉം കൂടെ ആഡ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ 11 എന്നുള്ള വാല്യൂ എങ്ങോട്ടേക്കാണ്, സിയുടെ ഫസ്റ്റ് എലമെൻ്റായിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം, അതായത് 2s 20
20 നമ്മൾ ആഡ് ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും? സെക്കൻഡ് മെട്രിക്സിൻ്റെ സെയിം പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നത് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് അല്ലേ. അപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആരെ തമ്മിലൊക്കെയാണ്? 20യും 2നെയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം പൊസിഷനിലായിരിക്കും നമ്മൾ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്? സിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഏതാണ്? ഇപ്പോൾ നോക്ക്, നമ്മളെടുത്തിരിക്കുന്ന എലമെൻറ്റ് എയിലെ 0യും 1ഉം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ബിയിലെയും 0 1ഉം ആയിരിക്കും. സ്റ്റോർ ചെയ്യുന്നത് എങ്ങോട്ട് തന്നെ ആയിരിക്കും? സി എന്നുള്ള വേരിയബിളിൻ്റെ 0 1 ലൊക്കേഷനിലേക്കായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ വേരിയബിൾ എടുത്തു, എയുടെ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് വാല്യൂ. അപ്പോൾ സെയിം പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ വേണം ആരുടെ എടുക്കാൻ? ബിയുടെ എടുക്കാൻ. നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യുന്ന സിയിലും എങ്ങോട്ടേക്കാണ്? ആ സെയിം ലൊക്കേഷനിലേക്ക് തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് എയുടെ 1 0യും ബിയുടെ 1 0യും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? സിയുടെ 1 0യിലേക്ക്. അടുത്ത് നോക്കിക്കേ, ലാസ്റ്റ് എലമെൻറ്റ് നമ്മുടെ ഇതിൽ, അതായത് 1 1 എന്നുള്ള എയുടെ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ബിയുടെ 1 1ഉമായിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. സിയുടെ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? സിയുടെയും 1 പൊസിഷനിലാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പം എല്ലാ പൊസിഷൻസിൻ്റെയും ചേഞ്ച് ഒരേപോലെ, അതായത് എക്ക് എലമെൻറ്റിനെ എടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബിക്കുള്ള എലമെൻറ്റിനെ എടുക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആൻസർ എങ്ങോട്ടാണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം ലൊക്കേഷനിലേക്ക്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷനെ എല്ലാം നമ്മൾ എന്ത് വിളിക്കും? ഐ എന്ന് വിളിക്കുവാണെങ്കിൽ ഈ ഐ 0 ആണ്, ഈ ഐ 0 ആണ്, ഈ ഐ 0 ആണ്. നെക്സ്റ്റ് ഈ ഐ 0 ആണ്, ഈ ഐ 0 ആണ്, ഈ ഐ 0 ആണ്. കുഴപ്പമില്ലല്ലോ. ഇവിടെ 1 ആവുന്ന സമയത്ത് ഇവിടെയും 1 ആവുന്നുണ്ട്, ഇവിടെയും ഐ 1 ആവുന്നുണ്ട്. ഇവിടെ ഐ 1 ആവുന്ന സമയത്ത് ഇവിടെയും 1 ആവുന്നുണ്ട്, ഇവിടെയും 1 ആവുന്നുണ്ട്. സോ ഐ എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് നമ്മൾ റോയെ ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ഐ ആദ്യം ഇവിടെ 0 ആവുന്നു, ഐയുടെ വാല്യൂ ഇവിടെ എന്താവുന്നു? എഗെയിൻ 0 ആയിട്ട് തന്നെ നിൽക്കുന്നു. ഐയുടെ വാല്യൂ ഇവിടെ 1 ആവുന്നു, ഐയുടെ വാല്യൂ ഇവിടെയും 1 ആവുന്നു. അപ്പോൾ ഒരു ചേഞ്ചും വ്യത്യാസമൊന്നുമില്ല. എല്ലാ എലമെൻസിനും എല്ലാ മെട്രിസസിനും ഐക്ക് വരുന്ന ചേഞ്ച് യൂണിഫോം ആയിട്ടാണ്. 0 ആവുന്നു, 0 ആവുന്നു, 1 ആകുന്നു, 1 ആവുന്നു. ഓക്കെ, ഇനി നമുക്ക് ജെയുടെ നേച്ചർ നോക്കാം. സോ ഫസ്റ്റ് റോയിൽ ജെയുടെ വാല്യൂ എന്താണ്? ഇവിടെ 0 ആയിരിക്കും. ഇവിടെ ജെ 0 ആണെങ്കിൽ ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ ഇവിടെ ജെ എല്ലാവർക്കും 0 തന്നെയാണ്. അടുത്ത കോളത്തിലേക്ക് അടുത്ത റോയിൽ അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ജെയുടെ വാല്യൂ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ഇവിടെ 1 ആവുന്നു, ഇവിടെ 1 ആവുന്നു, ഇവിടെ 1 ആവുന്നു. യൂണിഫോം ആയിട്ട് 1 ആവുകയാണ്. അടുത്ത ജെയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും 0 ആണ്. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. അപ്പോൾ എല്ലാ എലമെൻറ്റിലും ജെയുടെ പൊസിഷൻ 0 ആണ്. അടുത്ത നമ്മളെന്താ നോക്കുന്നത്? ഈ ഒരു റോയിൽ ജെയുടെ പൊസിഷൻ നോക്കുന്നത് ഇവിടെ 1 ആവുന്നുണ്ട്, ഇവിടെ 1 ആവുന്നുണ്ട്, ഇവിടെ 1 ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താവുന്നുണ്ട്? 1 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എയ്ക്കൊരു വാല്യൂ, എയിൽ നമ്മൾ എടുക്കുന്ന എലമെൻറ്റ് 0 1 ആണെങ്കിൽ ബിയിൽ നമ്മൾ എടുക്കുന്ന എലമെൻറ്റ് എന്തായിരിക്കും? 0 1 ആയിരിക്കും. അതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിൻ്റെ ലൊക്കേഷനും ഇൻഡെക്സും എന്തായിരിക്കും? 0 1 ആയിരിക്കും. അപ്പോൾ ഐയും ജെയുമായിട്ടുള്ള രണ്ട് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ലൊക്കേഷൻ ഇനി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ലൂപ്പ് വെച്ചിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇൻപുട്ടും എന്താണ് ഔട്ട്പുട്ടും എന്ന് നോക്കാം. ഇവിടെ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആദ്യം അങ്ങ് പറയാവേ. രണ്ട് മെട്രിക്സിനെ നമ്മൾ ആഡ് ചെയ്യുക. രണ്ട് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഓരോ മെട്രിക്സിനും നമുക്ക് ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങുന്നത്? ആ മെട്രിക്സിൻ്റെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ വേണം, ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം വേണം, ഫസ്റ്റ് മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് വേണ്ടേ? അതായത് എ എന്നുള്ള നമ്മുടെ 2D അറേ, അതാണ് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്. ഇനി നമ്മൾ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും ആ സെക്കൻഡ് മെട്രിക്സിന് എന്തുണ്ട്? റോ സൈസ് ഉണ്ട്, അതിന് കോളം സൈസ് ഉണ്ട്, അതേപോലെ അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ആ എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബി എന്നുള്ള 2D അറേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇത്രയും യൂസർ തരുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? സി എന്നുള്ള മെട്രിക്സ് ആരെങ്കിലും തരുന്നതാണോ? അല്ല, സി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. സി നമ്മളെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇനി അത് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്കകത്തുള്ള ഓരോ എലമെൻറ്റും അല്ലേ? നമ്മൾ സാധാരണ അറയിലുള്ള ഓരോ എലമെൻറ്റും നമ്മൾ വിളിച്ച പേരെന്താ? എ ഓഫ് ഐ എന്ന് വിളിച്ചു. അപ്പം സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 2D അറയാണ്. അതിലേക്കുള്ള ഓരോ എലമെൻറ്റും അതിനെ വിളിച്ച് എങ്ങനെയാണ്? ഒരു ഇൻഡെക്സ് പോരാ, മെട്രിക്സ് ആയതുകൊണ്ട് 2 ഇൻഡെക്സ് വേണം. സോ സി ഓഫ് ഐ ജെ എങ്ങനെയാണ് കിട്ടുന്നത്? എ എന്നുള്ള മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് ലൊക്കേഷൻസ്, ദാറ്റ് ഇസ് എ ഓഫ് ഐ ജെ നമ്മൾ ആരുമായിട്ട് ആഡ് ചെയ്യണം? ബി ഓഫ് ഐ ജെ ആയിട്ട് ആഡ് ചെയ്യണം അല്ലേ? എ ഓഫ് ഐ ജെ ബി ഓഫ് ഐ ജെ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ സി ഓഫ് ഐ ജെയും കിട്ടുന്നത്. ഓരോ എ ഓഫ് ഐ ജെയും ഓരോ ബി ഓഫ് ഐ ജെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സി ഓഫ് ഐ ജെ കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെന്താണ്? അഡിഷനാണ് ചെയ്യുന്നത്. അഡിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് 2 മെട്രിക്സ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഗ്രാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എങ്ങനെ എഴുതുന്നത്? #include ഹെഡർ ഫയൽ കൊടുക്കുക, stdio.h. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിഡ് മെയിൻ കൊടുത്ത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു.
ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ എന്തൊക്കെയാണ് വേരിയബിൾസ് ഉള്ളത് അത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് അറിയാം എത്ര മെട്രിക്സ് വേണം, 2 മെട്രിക്സ് ഇൻപുട്ട് ചെയ്യാൻ വേണം, യൂസറിന് വാല്യൂസ് തരാൻ വേണ്ടി വേണം. ഓക്കെ, ഞാൻ ചുമ്മാ 25 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എ ഓഫ് 25 ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സൈസാണ്, ഇതിൻ്റെ ആക്ച്വൽ സൈസ് യൂസറാണ് തരുന്നത്. അതേപോലെ നമുക്ക് രണ്ടാമതൊരു മെട്രിക്സ് ഉണ്ട്, ആ എയും ബിയും കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബി ഓഫ് 25. ഇനി നമുക്ക് എന്ത് വേണം, ആൻസർ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു മെട്രിക്സ് വേണം. അത് നമ്മുടെ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ്, അതിന് യൂസറിന് ഒരു റോളും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സി എന്നൊരു മെട്രിക്സ് എടുത്തു. ഇനി ഞാൻ കോമ ഇട്ട് വെക്കുവാണ്. ഇതിന് ശേഷം വേരിയബിൾസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, യൂസറിൻ്റെ അടുത്ത് നമുക്ക് ഓരോ മെട്രിക്സിനെ നമുക്ക് റീഡ് ചെയ്യാം. മെട്രിക്സിനെ റീഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ്, മെട്രിക്സിൻ്റെ റോ സൈസും കോളം സൈസും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുവാണ്. സോ പ്രിൻ്റ് എഫ്, നമുക്ക് ഓരോ മെട്രിക്സ് 1 by 1 ആയിട്ട് വാങ്ങിക്കാം. എൻ്റെ ദ റോ ആൻഡ് കോളം സൈസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ്. നമുക്ക് എത്ര മെട്രിക്സ് ഉണ്ട്, 2 മെട്രിക്സാണ് യൂസർ തരുന്നത്. അപ്പം യൂസറിൻ്റെ അടുത്തൊന്നും വാങ്ങേണ്ട കാര്യങ്ങളെല്ലാം അപ്പം തന്നെ വാങ്ങിച്ചോണം. അപ്പോൾ ഇത് കാണുന്ന ഉടനെ യൂസർ എന്ത് ചെയ്യും, നമുക്ക് റോ സൈസും കോളം സൈസും തരും. സോ നമ്മൾ എന്ത് ചെയ്യണം, സ്കാനഫ് വഴി നമ്മൾ റോ സൈസും കോളം സൈസും ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിക്കേ, %d എന്തിനാണ് 2% കൊടുത്തത്, 2 വാല്യൂസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്, റോ സൈസ് ഫസ്റ്റ് മെട്രിക്സിൻ്റെയാണ്, അതുകൊണ്ട് അതിനെ %r1 എന്ന് വിളിച്ചു. റോ സൈസ് കോളം സൈസ് ഫസ്റ്റ് മെട്രിക്സിൻ്റെയാണ്, അതിനെ എന്ത് വിളിച്ചു, %c1 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സൈസും കോളം സൈസും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ സൈസും കോളം സൈസും വാങ്ങി വയ്ക്കാം. ഓക്കെ, സോ പ്രിൻ്റ് എഫ്, ഓക്കെ, എൻ്റർ ദ റോ സൈസ് ആൻഡ് കോളം സൈസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സൈസും കോളം മെട്രിക്സ് സൈസും കിട്ടി. സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ സൈസും കോളം സൈസും വാങ്ങുവാണ്. കോഡ്സ് ക്ലോസ് ചെയ്യുക, സെമിക്കോളം കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വരുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ റോയുടെ കോളം വേരിയബിളായിട്ടുള്ള റോ വേരിയബിളും കോളം വേരിയബിളും സ്റ്റോർ ചെയ്യാം. അപ്പം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടു, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ എങ്ങനെ വിളിച്ചു, R2 എന്ന്, സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളത്തിന് എങ്ങനെ വിളിച്ചു, C2 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് R2 C2ൽ എന്തുണ്ട്, 2 മെട്രിക്സിൻ്റെയും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും കോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെട്രിക്സിലേക്കുള്ള എലമെൻറ്റിനെ റീഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു മെട്രിക്സ് അഡീഷന് കോമ്പാറ്റബിൾ ആണോ, അതായത് ഈ ഒരു മെട്രിക്സിൽ അഡീഷൻ പോസിബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇഫ് കണ്ടീഷൻ കൊണ്ടുവരും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, R1 = R2, റോ സൈസ് ഈക്വൽ ആവണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, കോളം സൈസും ഈക്വൽ ആവണം. C1 = C2 ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു അഡീഷൻ പ്രോസസ്സിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പോവാണ്. നമ്മൾ പ്രിൻറ്റ് ചെയ്തു, എന്ത് കൊടുത്തു, പ്രിൻ്റ് ഓഫ് അഡീഷൻ ഈസ് പോസിബിൾ അല്ലേ. അതായത് അഡീഷൻ പോസിബിൾ ആവുന്ന എപ്പോഴാണ്, റോ സൈസും കോളം സൈസും 2 മെട്രിക്സിൻ്റെയും ഈക്വൽ ആണ്. ഓക്കെ, സോ അഡീഷൻ പോസിബിൾ ആണെന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സിൻ്റെ എലമെൻറ്റ് വന്നിട്ടില്ല, ആ എലമെൻറ്റ് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് ഫസ്റ്റ് മെട്രിക്സിനെ സെക്കൻഡ് മെട്രിക്സിനെയും വിളിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് മെട്രിക്സിനെ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ എന്ത് എഴുതി, പ്രിൻ്റ് എഫ് കൊടുത്തു, എന്ത് കൊടുത്തു, എൻ്റർ ദ ഫസ്റ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ഉടനെ യൂസറിന് എന്ത് ചെയ്യാൻ തോന്നും, ഫസ്റ്റ് മെട്രിക്സ് എൻ്റർ ചെയ്യാൻ തോന്നും. ഒരു മെട്രിക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ലൂപ്പ് വേണം, 2 ലൂപ്പ് വേണം, എലോങ് വിത്ത് സ്കാനഫ് അല്ലേ. അപ്പം ഫസ്റ്റ് ലൂപ്പ് എന്താണ്, റോയ്ക്ക് വേണ്ടിയിട്ട്, സെക്കൻഡ് ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, കോളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, R1, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് R1-ലാണ്, അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. R1 < സോ ഫസ്റ്റ് മെട്രിക്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ നമ്മൾ സ്പാൻ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, I എന്നൊരു വേരിയബിൾ എടുക്കാം. I = 0, I എവിടം വരെ പോകും, I < R1 - 1 I++. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ. അതേപോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം 4, J = 0, J < ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിന് വിളിച്ച പേരെന്താണ്, C1. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിന് വിളിച്ച പേരെന്താണ്, C1 - 1 J++. ഓക്കെ, സോ ഐയും ജെയും റീഡ് ചെയ്തു. ഇനി നമുക്ക് ഐയിലും ജെയിലുള്ള ലൂപ്പ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് മെട്രിക്സിനെ റീഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, സ്കാനഫ് എഴുതി. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ %d, കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, ആംപർസൻഡ്. നമ്മുടെ മെട്രിക്സിൻ്റെ പേരെന്താണ്, A എന്നാണ്. അവിടുത്തെ റോ I ആണ്, അവിടുത്തെ കോളം J ആണ്. സോ A of ij കൊടുത്ത് നമ്മൾ ഫസ്റ്റ് മെട്രിക്സിനെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് Aയിൽ കംപ്ലീറ്റ്ലി ഫില്ലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് മെട്രിക്സ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ, സെക്കൻഡ് മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പറയും.
ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ഉടനെ യൂസർ സെക്കൻഡ് മെട്രിക്സ് എൻ്റർ ചെയ്യും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സെക്കൻഡ് മെട്രിക്സിനെ നമുക്ക് റീഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് വേരിയബിൾ വേണം. ആരൊക്കെയാണ്? ഐയും ജെയും. ഐ = 0, ഐ > സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയെ വിളിച്ച പേരെന്താണ്? R2. ശ്രദ്ധിക്കണം, ഇവിടെ R1, ഇവിടെ R2. R2 - 1 I++. സെയിം കോഡ് തന്നെ, വേരിയബിളിൻ്റെ പേര് മാത്രം മാറ്റി നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഫോർ j = 0. ജെ എവിടം വരെ പോവും? j <= C2. സെക്കൻഡ് കോളത്തിൽ വിളിച്ച പേരെന്താണ്? C2 - 1 J++. സോ ഐയും ജെയും സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മീൻസ് അറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2D അറേയാണ്. ആ എലമെൻറ്റ് അറേയുടെ പേരെന്താണ്? B എന്നാണ്. പെർസെൻറ്റ് കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ആംപർസെൻറ്റ് അറേയുടെ പേരെന്താണ്? B(ij). ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മുടെ സെക്കൻഡ് മെട്രിക്സും സെറ്റായി. രണ്ട് മെട്രിക്സും സെറ്റായി കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? മെട്രിക്സിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ആഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ റിസൾട്ടായിട്ടുള്ള സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? സി എന്നുള്ള മെട്രിക്സിനകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്. എന്താ? ഐയും ഉണ്ട് ജെയും ഉണ്ട് അല്ലേ? ആ C(ij) എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? A(ij)യുടെ കൂട്ടത്തിൽ B(ij) എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, സോ A(ij) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ക്കകത്തുള്ള ഓരോരോ എലമെൻറ്റും കിട്ടും. ബിക്കകത്തുള്ള ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? B(ij) അല്ലേ? അപ്പം എ എന്നുള്ള മെട്രിക്സിനകത്തുള്ള ഓരോ എലമെൻറ്റും ബിക്കകത്തുള്ള ഓരോ എലമെൻറ്റും നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. നോക്കിക്കേ, ഇവിടെ ഐയും ജെയും യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഐയും ജെയും യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഐയും ജെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഐയും ജെയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐയും ജെയും സെറ്റ് ചെയ്യാം. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ റോ ആണ്. ഓക്കെ, സോ നോക്കിക്കേ, ഐ = 0, ഐ <= R1 കൊടുക്കണോ R2 കൊടുക്കണോ? ഐ <= R1 - 1 കൊടുക്കണോ അതോ R2 - 1 കൊടുക്കണോ? ഇവിടെ ആൻസർ എന്താണ്? ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അഡീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? R1 must be equal to R2 ആയിരിക്കണം. അപ്പോൾ ഇതിൽ R1ൻ്റെ സൈസ് ഇപ്പോൾ നമ്മുടെ എലമെൻറ്റിൽ റോ സൈസ് 3, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ സൈസും 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടേം ആയിട്ട് ഒന്നെങ്കിൽ R1 എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ R2 എന്ന് യൂസ് ചെയ്യാം. കാരണം രണ്ട് പേരിലും ഇരിക്കുന്ന വാല്യൂ സെയിം തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് അതേപോലെ തന്നെയാണ് C1 must be equal to C2 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഫൈനൽ ആൻസർ കമ്പ്യൂട്ട് ചെയ്യാനുള്ള റോ സൈസായിട്ട് നമുക്ക് ഇവർ രണ്ടുപേരും 2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ C1-ലിരിക്കുന്ന വാല്യൂം 2 ആണ്, C2-ലിരിക്കുന്ന വാല്യൂം 2 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ പേര് യൂസ് ചെയ്താൽ പോരെ? രണ്ട് പേരുടെ കയ്യിലും ഇരിക്കുന്നത് സെയിം വാല്യൂ അല്ലേ? R1 എന്നുള്ള വേരിയബിളിൻ്റെ കയ്യിലിരിക്കുന്ന വാല്യൂ 3 ആണ്, R2-ലിരിക്കുന്ന വാല്യൂ എന്താണ്? 3 ആണ്. ആ സെയിം പോലെ തന്നെയാണ് C1-ഇരിക്കുന്ന വാല്യൂ തന്നെയാണ് C2-ൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയബിളിനെ നമുക്ക് ഒന്നെങ്കിൽ R1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ R2 എന്ന് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ കോളത്തിനെ റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് C1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ C2 കൊടുക്കാം. കാര്യം ഇവർ രണ്ടുപേരും കണ്ടെയ്ൻ ചെയ്യുന്ന വാല്യൂ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ചുമ്മാ R1 കൊടുക്കുക കേട്ടോ. സോ ഐ <= R1 - 1 I++. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ജെ ലൂപ്പുണ്ട്. ജെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? j = 0. ഫോർ j = 0. ജെ <= കോളം വാല്യൂ ആണ്. അത് C1 ഓ C2 കൊടുക്കുക. ഞാൻ ചുമ്മാ C1 എന്ന് കൊടുക്കുക. C1 - 1 J++. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസിലും ഐയിലും ജെയിലും ഓരോ വാല്യൂസും മാറി മാറി വന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 മുതൽ 3 വരെയുള്ള റോയും 0 മുതൽ 2 വരെയുള്ള റോയും ദെൻ 0 മുതൽ 1 വരെയുള്ള കോളവും വെച്ച് നമ്മുടെ ഈ അറേ കംപ്ലീറ്റ് ആയിട്ട് എന്താവും? അഡീഷൻ പ്രോസസ്സ് നടന്നോളും അല്ലേ? അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആൻസർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്? C(ij) ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? C(ij) നമുക്ക് പ്രിൻറ്റ് ചെയ്യണം അല്ലേ? ആൻസർ ഇപ്പോൾ എവിടെ വന്നു? ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും, ഈ രണ്ട് ഫോർ ലൂപ്പും വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും C(ij) ഫില്ലാവും. എങ്ങനെ ഫില്ലാവുന്നത്? A(ij)യുടെ വാല്യൂ B(ij)യുടെ വാല്യൂ എങ്ങനെ എടുക്കുന്നത്? ആദ്യമേ C(00)യിലേക്ക് ഏത് വാല്യൂ വരും? C(00)യിലേക്ക് ഏത് വാല്യൂ വരും? A(00)യും A(00)യും B(00)യും തമ്മിൽ ആഡ് ചെയ്ത വാല്യൂ എവിടെ വരും? C(00)യിൽ വരും. പിന്നെ ഇത് 0 മാറി 01 ആവും, ഇവിടെയും 01 ആവും, ഇവിടെയും 01 ആവും. പിന്നെ എന്താവും? 10 ആവും, ഇവിടെയും 10 ആവും, ഇവിടെയും 10 ആവും. അടുത്ത എന്താവും? 11 ആവും, ഇവിടെയും 11 ആവും, ഇവിടെയും 11 ആവും. അങ്ങനെ വാല്യൂസ് ഒരേപോലെ മാറി മാറി വരുമ്പോഴേക്കും എന്ത് ചെയ്യും? C(ij) എന്നുള്ള നമ്മുടെ ഈ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള അറേ കംപ്ലീറ്റ്ലി എന്താവും? ഫില്ലാവും. ഓക്കെ, നമ്മുടെ റോ സൈസിനും കോളം സൈസിനും പ്രപ്പോർഷണലായിട്ട് നമ്മുടെ ഈ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന സി എന്നുള്ള വേരിയബിൾ. നിങ്ങൾക്ക് വേണ്ടി ഇതിനെ C(ij) എന്ന് വിളിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ Sum(ij) എന്ന് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ സം എന്ന് പറഞ്ഞ ഒറ്റ പേര് മാത്രം വിളിക്കരുത്. അതിനകത്ത് എന്ത് കാണണം? ഇൻഡെക്സ് കാണണം. ഏത് വേരിയബിളിൻ്റെ പേര് കൊടുത്താലും അതിനകത്ത് എന്ത് കാണണം? ഐയും ജെയ്ക്കും വേണ്ടിയിട്ടുള്ള ഇൻഡെക്സുകൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. നമ്മുടെ സം റിസൾട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനത് പറയുവാണ്. പ്രിൻറ്റ് ഓഫ് എന്താണ്?
ദ സം ഈസ് അല്ലെങ്കിൽ ദ സം ഓഫ് ടു മെട്രിസസ്, ദ സം ഓഫ് ടു മെട്രിസസ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിസൾട്ട് ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? COFij കയ്യിലാണ്. സോ ഞാൻ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ മെട്രിക്സിനെ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യണം? 2 ലൂപ്പ് വർക്ക് ചെയ്യണം. ഓക്കെ, ആ ലൂപ്പ് എന്തായിരിക്കും? i is equal to 0, i less than or is equal to R1 എന്നോ C1 R1 എന്നോ R2 എന്നോ കൊടുക്കാം, ഒരു നിർബന്ധമില്ലെന്നറിയാലോ. R1 - 1 i ++. ഓക്കെ, കാര്യം R1ലും R2ലും സെയിം വാല്യൂ തന്നെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ജെയുടെ സ്പാൻ എന്ന് എങ്ങനെയാണ്? j is equal to 0, j less than or is equal to കോളം -1, അത് C1 C2 ആകാം, ദെൻ j++. രണ്ടിൻ്റെയും കണ്ടന്റ് സെയിം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നമ്മൾ പ്രിൻ്റ് ഏത് മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യാനുള്ളത്? നമുക്ക് %d കോഡ്സ് ക്ലോസ് ചെയ്യാം, കോമ ഇടാം. മെട്രിക്സിൻ്റെ പേരെന്താണ്? COFij അല്ലേ? മെട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ജെയ്ക്കകത്ത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നടക്കാവുള്ളൂ. ജെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, സോ പ്രിൻറ്റ് എന്ത് കൊടുത്തു? ന്യൂ ലൈൻ. ഓക്കെ, ആ ന്യൂ ലൈനോട് കൂടി വേണം നമ്മളുടെ ആദ്യത്തെ ഫോർ ലൂപ്പ് എൻഡ് ആവാൻ. ഇനി ഇവിടെ നമുക്കൊരു /t കൂടെ കൊടുക്കണമല്ലോ. /t കൊടുത്തു, കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കോഡ്. ഇപ്പം ഞാനിവിടെ ക്ലോസ് ചെയ്തേക്കുന്നത് ഇഫ് കഴിഞ്ഞിട്ട് നമ്മളൊരു പാരാന്തസിസ് ഓപ്പൺ ചെയ്തില്ലായിരുന്നോ? ഇഫ് ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് ഇഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിങ് ബ്രാക്കറ്റാണിത്. അതേപോലെ ഇനി നമുക്ക് മെയിൻ ക്ലോസ് ചെയ്യാനുണ്ട്, ഇത് മെയിൻ്റെ ക്ലോസിങ് ബ്രാക്കറ്റാണ് അല്ലേ? അങ്ങനെ 3 ബ്രാക്കറ്റ് കൊടുത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിളിനെ നമുക്ക് നോക്കാം. എയും ബിയും സിയും വന്നിട്ടുണ്ട്, i വരും, j വരും, പിന്നെ ആരാ ഉള്ളത്? R1 ഉണ്ട്, R2 ഉണ്ട്, C1 ഉണ്ട്, C2 ഉണ്ട്. വേറെ ആരും ഇല്ലല്ലോ? വേരിയബിൾസ് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കേ, വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെമിക്കോളൻ കൊടുത്ത് നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാം. സെമിക്കോളൻ കൊടുത്ത് ഡിക്ലറേഷൻ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഒന്നുമില്ല, ആദ്യം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സും യൂസ് ചെയ്ത് തരണം. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും അതിന് റോയും കോളം സൈസ് ഉണ്ട്, എലമെൻറ്റ്സും വേണം. സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും അതിനും റോയും കോളം സൈസ് ഉണ്ട്, രണ്ടിൻ്റെയും പേര് ഡിഫറെൻ്റ് ആയിരിക്കണം, എലമെൻറ്റ്സും വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിനെ റീഡ് ചെയ്തു, അതിൻ്റെ റോയും കോളം വാങ്ങിച്ചു. സെക്കൻഡ് മെട്രിക്സിനെ നമ്മൾ അതിൻ്റെ റോയും കോളം വാങ്ങിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് മെട്രിക്സിൻ്റെയും റോയും കോളവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു അഡീഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ എലമെൻറ്റ്സിനെ റീഡ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ R1 = R2 ആൻഡ് C1 = C2 ആണെങ്കിൽ അഡീഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് മെട്രിക്സിൻ്റെ എലമെൻറ്റ് നമ്മൾ വാങ്ങി വെച്ചു. ഇവിടെ i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ സ്പാനും j എന്ന് പറഞ്ഞാൽ കോളം സ്പാനുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് AOFij എന്നുള്ളൊരു മെട്രിക്സ് സെറ്റായി. ഇനി നമ്മൾ സെക്കൻഡ് മെട്രിക്സ് എടുക്കും. സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ സൈസ് R2 ആണ്, കോളം സൈസ് C2 ആണ്. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ പേര് BOFij ആണ്. സോ സ്കാനഫ് വഴി BOFij സെറ്റ് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന മെട്രിക്സാണ് COFij അല്ലേ? COFij എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്ക്കകത്തുള്ള ഓരോ എലമെൻറ്റും ബിക്കകത്തുള്ള ഓരോ എലമെൻറ്റും ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് ലൊക്കേഷൻ വേണം സിയിൽ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ എന്താ? COFij = AOFij + BOFij. അപ്പോൾ നമ്മുടെ ആൻസർ ഇപ്പോൾ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആരുടെ കയ്യിലാണ്? COFijയിലുണ്ട്. സോ നമ്മൾ സം ഓഫ് ദ 2 മെട്രിക്സ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു COFij നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇനി അതിപ്പോൾ സപ്പോസ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് ഒരേ ഒരു സെക്ഷനിൽ മാത്രമാണ്. എന്താ ഉള്ളത്? ഇവിടെ നമ്മൾ COFijയുടെ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സിൽ ഈ പ്ലസ് മാറ്റി നമ്മൾ എന്ത് കൊടുക്കും? മൈനസ് കൊടുക്കും. അതായത് നമ്മുടെ കമ്പ്യൂട്ടേഷനകത്ത് COFij കമ്പ്യൂട്ട് ചെയ്യുന്ന സെക്ഷൻ ആ ഒരു സ്റ്റെപ്പ് മാത്രം, ആ സിമ്പൽ മാത്രം മാറ്റി കൊടുക്കുക. എന്താ? AOFij മൈനസ് എന്ത് കൊടുക്കുക? BOFij. ബാക്കി ലൂപ്പും കാര്യങ്ങളും എല്ലാം മേളിലൊക്കെ ഉണ്ടേ. ഇവിടെ ഐയുടെ ഫോർ ലൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ജെയുടെ ഫോർ ലൂപ്പ് ഉണ്ട്, അതെല്ലാം അങ്ങനെ തന്നെയുണ്ട് ഫുൾ ഓൺ. ഓക്കെ, പിന്നെ നമ്മൾ ഈ പ്രിൻറ്റ് ചെയ്യുന്ന റിസൾട്ട് സം ഓഫ് ദ 2 മെട്രിക്സിന് വരും, ഇവിടെ സമ്മിന് വരും എന്ത് കൊടുക്കുക? ഡിഫറൻസ് ഓഫ് 2 മെട്രിക്സസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് മാത്രം മാറ്റി കൊടുക്കുക. COFijയിലാണ് ആൻസർ ഇരിക്കുന്നത്, COFij എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, സെമിക്കോളം കൊടുത്ത് ക്ലോസ് ചെയ്യണേ, പ്രിൻറ്റിനകത്ത് സെമിക്കോളം കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇതങ്ങ് പഠിച്ചോളുക. ഓക്കെ, എളുപ്പമാണ്. സംഭവം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരേ കോഡ് തന്നെ വേരിയബിൾ മാത്രം മാറ്റി മാറ്റി കൊടുത്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. കോഡിൻ്റെ ലെങ്ത് കാണുമ്പോഴേക്കും എന്തോ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഒന്നുമില്ല, വളരെ ഈസിയാണ്. സോ അഡീഷനോ സബ്ട്രാക്ഷനോ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു കോഡ് ഫോളോ ചെയ്യുക.